ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ എനിക്ക് മൂക്കും കൂടി പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ നല്ല അപ്പവും കടലക്കറിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. അത് തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുള്ള കടലക്കറിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നീട് ഞാൻ പെട്ടെന്നൊരു ബിരിയാണിയൊക്കെ വെച്ചിട്ട് ദാണ്ടെ റെഡിയായി ഇറങ്ങി. ബിരിയാണിയുടെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടേ. അങ്ങനെ ദാണ്ട് ഞാനും മോളും കൂടിയിട്ട് ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ഒരു സലൂണിൽ വന്നേക്കാണ് കേട്ടോ, ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനു മുന്നേ ഒക്കെ മോളുടെ ഹെയർ കട്ട് ഞാനായിരുന്നേ ചെയ്യുന്നത്. അപ്പോൾ അവൾക്ക് ഒട്ടും ഉള്ളില്ലാത്തത് കൊണ്ട് ചെറുതായിട്ടൊന്ന് റൗണ്ട് അടിക്കാൻ മാത്രമേ എനിക്ക് പറ്റാറുള്ളൂ. അപ്പം ഞാൻ കരുതി എനിക്ക് വേറെ സ്റ്റൈൽസ് പറ്റാത്തതുകൊണ്ട് അഡ്വാൻസ് ഹെയർ സ്റ്റൈലിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഐഡിയാസ് തോന്നുമായിരിക്കും എന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണേ. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവരും പറഞ്ഞത് മോളുടെ മുടി ഭയങ്കര സോഫ്റ്റും അതേപോലെ തന്നെ കട്ടിയും കുറവാണ്, ഉള്ളു കുറവാണ്. അവൾക്ക് ഞാൻ ഒത്തിരി തവണ മുടി കളഞ്ഞതാണ്, പക്ഷേ ഉള്ളൊന്നും വരുന്നില്ല. അത് വെറുതെയാണ് പറയുന്നത്. പിന്നെ ഞാൻ എല്ലാവരും പറയുന്നത് കേട്ടിട്ട് 3-4 തവണ മോളുടെ മുടി കളഞ്ഞതാണ്. അപ്പോൾ എന്നിട്ടും കട്ടിയൊന്നുമില്ല. അപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ലെങ്ത് കുറച്ചാൽ തന്നെ നല്ല ഭംഗി ആയേനെ. പക്ഷേ അവർ കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാണ്ടാക്കി എന്ന് പറയുന്ന പോലെ താണ്ടെ കട്ട് ചെയ്ത് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ട് കുഞ്ഞിൻ്റെ കോലം എന്താ ഈ ഒരു ലുക്കിൽ അവരെനിക്ക് ആക്കി തന്നു. എനിക്ക് ഒട്ടും സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. വെട്ടി അവർ മൊത്തം എന്തൊക്കെയോ ആക്കി ഭയങ്കര സ്റ്റൈലിസ്റ്റാണെന്നും പറഞ്ഞ് ഞാൻ കൊണ്ടുപോയതാണ്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല. അവസാനം എന്താ അവളുടെ ലുക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നത്. പിന്നീട് അതുമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ദാണ്ട് വീട്ടിൽ വന്നു. ഞാൻ നല്ല ചിക്കൻ ബിരിയാണി വെച്ചിട്ടൊക്കെ ആയിരുന്നു പോയത്. വന്ന ഉടനെ തന്നെ ചിക്കൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, സാലഡും ഒക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ദാണ്ട് ഞാൻ മോൾക്ക് ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈവനിങ്ങത്തെ ഫംഗ്ഷൻ ഇടാൻ വേണ്ടിയിട്ട്. അത് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ സ്റ്റൈൽ ചെയ്ത് ഇട്ട് നോക്കുകയാണ് കേട്ടോ മോൾക്ക്. അതും കഴിഞ്ഞിട്ട് ദാണ്ട് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ റെഡി ആയിട്ട് ഞങ്ങൾ ഫംഗ്ഷന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു 7th month സെറിമണി ആയിരുന്നു. അപ്പോൾ 2 പേരുടെ 7th month സെറിമണി ആയിരുന്നു ഒരുമിച്ച്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കസിൻസും നാത്തൂമാരും ഒക്കെ ആയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ ചെന്നിട്ട് പൊറോട്ട, ചിക്കൻ ഫ്രൈ, മട്ടൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുമൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിൽ വന്നു.